വന്നല്ലോ. വിത്തിറക്കാൻ സമയമായി. മോനെ, എന്താ അപ്പ എന്നെ വിളിച്ചായിരുന്നു? വാ, അനിയനെന്തേ അവനെ ഒന്ന് വിളിച്ചേ. മഴയ്ക്കുള്ള കോളുണ്ട്. വയലിലേക്ക് പോകാൻ സമയമായി. ശരി അപ്പ, ഞാനൊന്ന് വയലിലേക്ക് പോകാൻ തയ്യാറെടുക്കട്ടെ. മോനെ, നീയും വന്നു. ചേട്ടൻ വയലിലോട്ട് പോകാൻ തുടങ്ങുക. മോനും പോയി ചേട്ടനെ ഒന്ന് സഹായിക്കേ. അപ്പ, ഞാനൊന്ന് വയലിൽ പോകുന്നില്ല. എനിക്ക് എൻ്റെ ഷെയർ താ. ഈ വെയിലും മഴയും ചെളിയും വെള്ളവും ഒക്കെ ഞാൻ ഒത്തിരി ചവിട്ടി. ഞാൻ മടുത്തു. എനിക്കെൻ്റെ വീതം വേണം. എനിക്കതിപ്പോൾ കിട്ടണം. മോനെ, മോനെ എന്താ ഈ പറയുന്നേ? മോനിപ്പോഴും ചേട്ടൻ്റെ കൂടെ വയലിലോട്ട് പോകും. മോന് സമയമാകുമ്പോൾ അപ്പൻ മോന്റെ വീതം തരാം. ഇപ്പൊ എൻ്റെ മോൻ വയലിലോട്ട് പോകും. ഇല്ല അപ്പ, ഞാൻ ശരിക്കും തീരുമാനിച്ചെടുത്തൊരു തീരുമാനമാണ്. എനിക്കെൻ്റെ വീതം വേണം. എൻ്റെ കൂട്ടുകാരൊക്കെ എത്രയോ സന്തോഷവാന്മാരായിട്ട് അവർ ജീവിക്കുന്നു. എനിക്കും അങ്ങനെ ജീവിക്കുന്നപ്പോൾ എൻ്റെ വീതം എനിക്ക് വേണം. ശരി മോനെ, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നിന്റെ വീതം ഞാൻ തരാം. അങ്ങനെ ഇളയ പുത്രൻ അവന്റെ വീതവും വാങ്ങി ദൂര ദേശത്തേക്ക് യാത്രയായി. അവിടെ എത്തിയവൻ തന്റെ പണമെല്ലാം കൂട്ടുകാരുമായി ദൂർത്തടിച്ച് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ഒടുവിലെല്ലാം നഷ്ടപ്പെട്ടവനായവൻ മാറുവാൻ ഇടയായിത്തീരുന്നു. തുടർന്ന് കാണുക. എല്ലാവരും വേടാ, അയക്കലേ തോമസേ, നിങ്ങൾക്കുള്ള പൈസയെല്ലാം എടുക്കൽ കൊണ്ടണ. ഈ ജീവിതം ഇത്രയും സന്തോഷം നിറഞ്ഞതായിരുന്നു. എനിക്കതറിയില്ലായിരുന്നു. എൻ്റെ അപ്പൻ്റെ കൂടെ ചേട്ടൻ്റെ കൂടെ വയലിലും പാടത്തുമൊക്കെ പണിയെടുത്ത് ഞാൻ എൻ്റെ വർഷം വെറുതെ കളഞ്ഞു. ഇന്ന് നമുക്ക് സന്തോഷിക്കാമടാ. ഒത്തിരി പൈസ എൻ്റെ കയ്യിലുണ്ട്. ആർക്കാ പൈസ വേണ്ടത്? ഇന്നാ എല്ലാവരും കൊണ്ടുപോയിക്കോ. ഇന്ന് രാത്രി നമുക്ക് ആഘോഷിക്കാം. എല്ലാവരും വാ. അയ്യോ, അവന്റെ ബോധം പോയെന്ന് തോന്നുന്നേ. അവന്റെ കയ്യിൽ ഒത്തിരി പൈസയുണ്ട്. നമുക്ക് എടുക്കാം. വാ. ഞാനിത് എവിടെയാണ്? അയ്യോ, എന്റെ പണം എവിടെ? എന്റെ സ്നേഹിതന്മാരെവിടെ? എന്റെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അയ്യോ, എന്റെ പണം നഷ്ടപ്പെട്ടു. എന്റെ സ്നേഹിതന്മാരെവിടെ? തോമസേ, എവിടെയാ? നിങ്ങൾ എവിടെയാ? അയ്യോ, ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ സ്നേഹിതന്മാർ എന്നെ ചതിച്ചിരിക്കുകയാണ്. അയ്യോ. അങ്ങനെ ഇളയ പുത്രന്റെ കൈവശമുള്ള എല്ലാ പണവും നഷ്ടപ്പെട്ട് കൂട്ടുകാരാൽ വഞ്ചിക്കപ്പെട്ട് അവനൊടുവിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തന്റെ വിശപ്പടക്കേണ്ടതിന് വേണ്ടി ഓരോ വാതിലും ഒരു ജോലിക്ക് വേണ്ടി ഒരു മുട്ടുവാനിടയായിത്തീർന്നു. എന്നാൽ ആരും അവനൊരു ജോലി കൊടുത്തില്ല. ഒടുവിൽ അവനൊരു വീടിന്റെ വാതിൽക്കിലെത്തി തന്റെ ആവശ്യം അവരോട് അറിയിക്കുവാനിടയായിത്തീർന്നു.
എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണമേ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 4-5 ദിവസമായി. എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം. എനിക്ക് വിശക്കുന്നു. എനിക്കൊരു ജോലി തരണമേ. എൻ്റെ വിശപ്പടക്കാനുള്ള ആഹാരം മാത്രം എനിക്ക് ശമ്പളം മതി. ഇവിടെ ജോലിയൊന്നും തരാനില്ല. പിന്നെ ഒരു ജോലി ഉണ്ടെന്ന് പറയാൻ പന്നീനെ നോക്കാൻ ഒരാൾ വേണം. നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട. അവിടെ നിന്ന് വല്ലതും കിട്ടുവാണെങ്കിൽ അത് മേടിച്ച് കഴിച്ച് അവിടെ കൂടിക്കോ. അങ്ങനെ പന്നീനെ മേയ്ക്കുന്ന ജോലിയുമായി തൻ്റെ വിശപ്പ് വേണ്ട മടക്കുവാൻ കഴിയാതെ പന്നിയുടെ ആഹാരവും കഴിച്ച് ആ ദൂരത്തെ പുത്രൻ അവിടെ വിശ്രമിക്കുന്നൊടുവിൽ താൻ ചിന്തിക്കുവാനിടയായിട്ട് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിയാൽ ഈ ജീവിതം ഇനി എത്ര നാളുകൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഒടുവിൽ അവൻ തനിക്ക് സംഭവിച്ച അവസ്ഥകളെ ഓർത്ത് അനുദരിക്കുവാനിടയായിത്തീരും. തുടർന്ന് എത്ര നാളായി ഞാൻ ഈ പണി തുടങ്ങിയത്. വയറു നിറയെ ഭക്ഷണം പോലും എനിക്ക് കിട്ടുന്നില്ല. ദൈവമേ, ഇതിനൊരു അവസാനമില്ലേ? പന്നിക്ക് കൊടുക്കുന്ന ആഹാരം കഴിച്ചില്ല. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അവിടുത്തെ കൂലിക്കാർ എത്രയോ നല്ല ആഹാരമാണ് അവർ കഴിക്കുന്നത്. അവർ കഴിച്ചിട്ട് എന്തോരം ആഹാരമാണ് അവർ കളയുന്നത്, മിച്ചം വെക്കുന്നത്. എനിക്ക് ലഭിക്കുന്നത് പന്നിക്ക് കൊടുക്കുന്ന ആഹാരം. എനിക്ക് ഈ ജീവിതം മടുത്തു. ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലോട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ട് മടങ്ങിപ്പോകുക. അതാരാ വരുന്നേ? എന്റെ മോനല്ലേ അത്? എന്റെ നഷ്ടപ്പെട്ടു പോയ മോനല്ലേ? മോനെ, അപ്പാ, ഞാൻ മടങ്ങി വന്നപ്പാ. എന്നെ ഉപേക്ഷിക്കല്ലേ അപ്പാ. നിന്റെ മകനായിട്ട് എന്നെ കണ്ടില്ലെങ്കിലും ഒരു കൂലിക്കാരനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണേ അപ്പാ. എന്നെ ഉപേക്ഷിക്കല്ലേ അപ്പാ. മോനെ, എത്രയോ നാളായി ഈ അപ്പ നിന്നെ നോക്കിയിരിക്കുന്നു മോനെ. നീ വരുമെന്ന് വിചാരിച്ച് ഓരോ ദിനവും ഞാൻ നിന്നെ നോക്കിയിരിക്കുമായിരുന്നു. ഞാൻ നിന്നെ തള്ളത്തില്ല മോനെ. നീ മരിച്ചവനായി ഇന്ന് നീ എന്നെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഞാൻ നിന്റെ കളയത്തില്ല മോനെ. നീ കൂലിക്കാരനായി അല്ലമോ, നീ എന്റെ സ്വന്തം മകനായി തന്നെ ഇവിടെ ജീവിക്കും മോനെ. ആരെവിടെ? മരിച്ചുവെന്ന് കരുതി എന്റെ മോൻ വന്നു. അവന്റെ കാലിൽ ചെരുപ്പും അവന്റെ കയ്യിൽ മോതിരവും അവന്റെ പുതിയ വസ്ത്രവും ധരിപ്പിക്കുവിൻ. ഇന്ന് രാത്രി നമുക്ക് ആഘോഷിക്കാം. ഒരു കാളക്കുട്ടിയെ അറുത്ത് എല്ലാവരും വിളിച്ചുകൂട്ടി നമുക്കിന്ന് രാത്രിയിൽ എന്റെ മകന്റെ വരവ് ആഘോഷിക്കാം. അപ്പാ, എന്താ ഇവിടുത്തെ ബഹളം? മോനെ, നിന്റെ സഹോദരൻ തിരികെ വന്നു. നമ്മൾ മരിച്ചു എന്ന് കരുതിയ നിന്റെ സഹോദരൻ തിരികെ വന്നു. അതിന്റെ സന്തോഷമായി ഇവിടെ നടക്കുന്നേ. അപ്പാ, ഈ കാലം അത്രയും വയലിൽ പണിയെടുത്തിട്ട് എന്റെ കൂട്ടുകാരുമായി ഇടവേളകളിൽ ഒരു ആഘോഷം നിർത്താൻ ഒരു ആട്ടുകുട്ടിക്ക് വിട്ടിട്ട് പോലും എന്റെ അപ്പൻ എനിക്ക് തന്നിട്ടില്ല. എന്നിട്ട് ഈ വെറും ചെലവെന്തിനു വേണ്ടി നടത്തുന്നു അപ്പാ? മോനെ, ഇവൻ മരിച്ചവനായിരുന്നു. ദൈവം ഇവനെ എനിക്ക് തന്നു. അതുകൊണ്ട് എന്റെ മകൻ